വടകര IHRDയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മോഡൽ പോളിടെക്നിക് കോളേജിൽ 2026 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചതായി കോളേജ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. നമുക്കിപ്പം അഡ്മിഷൻ തുടങ്ങിയിരിക്കുകയാണ്. ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തു. ഈ വർഷം മുതൽ നമുക്ക് സിലബസ് ചേഞ്ച് ആകുക, റിവിഷൻ 2026 ആകുവാണ്. അപ്പം നമുക്ക് നിലവിലെ 5 ബ്രാഞ്ചുകളാണ് ഉള്ളത്. ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ടെക്നോളജി, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. അതിൽ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത് നേരത്തെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് എന്നൊരു ബ്രാഞ്ച് ആയിരുന്നു. അപ്പോൾ ഈ പുതിയ ടെക്നോളജി ഉൾപ്പെടുപ്പിച്ചിട്ട് ഒരു പുതിയ ബ്രാഞ്ചായിട്ട് അത് മാറുക. അപ്പോൾ ഈ നൂതന ആശയങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് ഈ പുതിയ സിലബസ് നമുക്ക് ഒത്തിരി ചേഞ്ചുകൾ വരുന്നുണ്ട്. കുട്ടികളെ കൂടുതലും കൊളാബറേഷൻ അങ്ങനത്തെയൊക്കെ നമുക്ക് ഫുള്ളായിട്ട് കിട്ടിയിട്ടില്ല. അപ്പം പല കമ്പനികളിലായിട്ടും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അങ്ങനെ വേറെ സ്റ്റേറ്റിലുമായിട്ടൊക്കെയുള്ള കൊളാബറേഷനൊക്കെ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. നമുക്ക് ഇതുവരെ ഡ്രാഫ്റ്റ് കിട്ടിയിട്ടില്ല. അപ്പം നമ്മുടെ ഫസ്റ്റ് ഇയറിന്റെ അഡ്മിഷന് ജൂൺ 22 വരെ നമുക്ക് ഓൺലൈൻ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. 1 ഡേ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂൺ 22. പിന്നെ നമുക്ക് സെക്കൻഡ് ഇയറിലേക്ക് സയൻസ് ഗ്രൂപ്പ് പാസ്സായ +2 BHSC പാസ്സായ സ്റ്റുഡൻസിനും ITI പാസ്സായവർക്കും സെക്കൻഡ് ഇയറിലേക്ക് കയറാൻ പറ്റും. ഫസ്റ്റ് ഇയർ സ്കിപ്പ് ചെയ്യാം. അപ്പൊ അതിന്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ ലാസ്റ്റ് ഡേറ്റ് ഈ 7-ാം തീയതി വരെയാണ്. അതാണ് മെയിനായിട്ട് അഡ്മിഷനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ സ്റ്റാർട്ടപ്പുകളെ ഇപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ഐഡിയാസ് ഒത്തിരി ഉണ്ട്. അപ്പൊ അത് അവർക്ക് ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഐഡിയാസ് എവിടെയെങ്കിലും പ്രസന്റ് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സ്റ്റാർട്ടപ്പ് ക്ലബ്ബ് പോലെ ആയിട്ട് നമുക്ക് ഹാക്കത്തോണുകളെ, ഐഡിയ ഹാക്കത്തോണ്, അത് സ്കൂൾ കുട്ടികൾക്കും നമ്മുടെ കുട്ടികൾക്കും പോളിടെക്നിക് ലെവലിലുള്ള അങ്ങനെ മത്സരങ്ങൾ നടത്തി അങ്ങനെയുള്ള ഐഡിയാസ് കളക്ട് ചെയ്തിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അവർക്ക് സിലബസ് പ്രോജക്റ്റ് ഉണ്ട്. മെയിൻ പ്രോജക്റ്റും മിനി പ്രോജക്റ്റുമായിട്ടുണ്ട്. പിന്നെ ഇന്റേൺഷിപ്പും ഉണ്ട്. അപ്പം നമ്മളെ കഴിഞ്ഞ വർഷവും ഓൾമോസ്റ്റ് എല്ലാ പ്രോജക്റ്റും ഇവിടെ ചെയ്യിപ്പിച്ചു. ഈ വർഷം 5 ബ്രാഞ്ചിന്റെ എല്ലാ പ്രോജക്റ്റും കോളേജിൽ തന്നെയാണ് ചെയ്യിപ്പിച്ചത്. അപ്പം അധ്യാപകരുടെ മേൽനോട്ടത്തിൽ സ്റ്റുഡൻസ് പല പുതിയ ടെക്നോളജികൾ ഉൾക്കൊള്ളിച്ച് നല്ല നല്ല പ്രോജക്റ്റുകളെ, പലതും നമ്മുടെ കോളേജിന് ആവശ്യമുള്ള സംഗതികളെ അങ്ങനെയുള്ളതും, പിന്നെ ഏറ്റവും നമുക്ക് പുറത്തോട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് പേറ്റന്റ് എടുക്കത്തക്ക വിധത്തിലുള്ള ആശയങ്ങളുള്ള നല്ല നല്ല പ്രോജക്റ്റുകൾ കുട്ടികളെ അത് പിന്നെ വെബ്സൈറ്റ്, അത് കമ്പ്യൂട്ടർ പ്രോജക്റ്റുകളും ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അങ്ങനെയുള്ള എല്ലാ ബ്രാഞ്ചിന്റെയും പ്രോജക്റ്റുകൾ അവർ കുട്ടികൾ തന്നെ കോളേജിൽ ചെയ്തു. അതിന്റെ ഒരു ചെറിയൊരു എക്സിബിഷൻ നടത്തി. അങ്ങനെ പ്രോജക്റ്റിന്റെ കാര്യങ്ങൾ. പിന്നെ ഇന്റേൺഷിപ്പ് ആണെങ്കിലും നമ്മൾ സ്റ്റുഡൻസിന് അവർ പുറത്തു പോയി പെയ്ഡായിട്ട് പുറത്തു പോയി ചെയ്യുകയാണ്. ഈ വർഷം നമ്മൾ കമ്പനികളിൽ നമുക്ക് കിട്ടിയിടത്തൊക്കെ നമ്മൾ സ്റ്റുഡൻസിനെ കമ്പനികളിൽ തന്നെ വിട്ടു. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ വിടാതെ, അത് അങ്ങനല്ലാതെ ബാക്കിയുള്ള സ്റ്റുഡൻസിനെ എല്ലാം നമ്മുടെ അവിടെ തന്നെ ഒരു ഇന്റേൺഷിപ്പ് സെന്റർ ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് പുറത്തുള്ള CS-കളിൽ നിന്നും ഇപ്പൊ എല്ലാ സിലബസുകളിലും ആർട്സ് ആൻഡ് സയൻസിലും ഒക്കെ ഇന്റേൺഷിപ്പ് ഉണ്ട്. അപ്പൊ അവരെയും കൂടെ അവർക്കൂടെ സപ്പോർട്ട് ചെയ്യത്തക്ക വിധത്തിൽ ഒരു ഇന്റേൺഷിപ്പ് സെന്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% പ്ലേസ്മെന്റ് നമുക്ക് കിട്ടി. ഈ വർഷം മുതൽ നമ്മളെ സ്റ്റേറ്റ് കൺസോർഷ്യത്തില്, അതായത് കേരളത്തിലെ എല്ലാ പോളിടെക്നിക്കുകളിലും ഗവൺമെന്റിന്റെ കൂട്ടത്തിൽ നമ്മളും കൂടെ ഉൾപ്പെട്ടുകൊണ്ട് ആ ഒരു ഇതിലേക്ക് നമ്മൾ എത്തി. അപ്പൊ നമ്മുടെ 100% സ്റ്റുഡൻസിന് നല്ല നല്ല കമ്പനികളിൽ തന്നെ, അതായത് ഏകദേശം ഒരു 25-30 മന്ത്ലി സാലറി ആ ഒരു റേഞ്ചില് എല്ലാ സ്റ്റുഡൻസിനും പ്ലേസ്മെന്റ് കിട്ടിയിട്ടുണ്ട്. അതിൽ കുറച്ച് സ്റ്റുഡൻസ് ഹയർ സ്റ്റുഡൻസിന് പോകും. അത്രയും പേർക്ക് നമുക്ക് ഓഫർ ലെറ്റർ കിട്ടി. 550-ൽ പരം ഓഫർ ലെറ്റർ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.